ശിഷ്യ പരമ്പരയാണ് നമ്മുടേത്. അത് കൊള്ളാമല്ലോ. കാണണോ ആ കാഴ്ചകൾ? തീർച്ചയായും. എങ്ങനെതാ അവിടേക്ക് നോക്കൂ. നിന്നേക്കാൾ പ്രിയപ്പെട്ടതായി എനിക്ക് മറ്റാരുമില്ല. എന്റെ സിദ്ധികൾ അത്രയും നിനക്ക് ഞാൻ പകർന്നു തരും. ധനുർവിദ്യയിൽ നിന്നെ ജയിക്കാൻ ഭൂമിയിൽ മറ്റൊരു യോദ്ധാവ് ഉണ്ടാവുകയില്ല. നീ എനിക്ക് അശ്വത്ഥമാവിനേക്കാൾ പ്രിയപ്പെട്ടതാണ്. നിന്നേക്കാൾ മികച്ചൊരു ശിഷ്യൻ ദ്രോണർക്കിനി ഉണ്ടാവുകയില്ല. ഇത് വാക്ക്. പെരുവിരലിൽ ബലം ചേർത്തു വിൽഞ്ഞാണു വലിച്ചു മുറുക്കവേ കുതിക്കുവാൻ കുതികൊള്ളും അമ്പിന്റെ വേഗവും ദിശയുമറിയണം. വില്ലാളി ഉള്ളിലും വിരലിലും മിഴികളിൽ നിന്നു മറയണം. ലക്ഷ്യമല്ലാതെ മറ്റൊക്കെയും മിഴികളിൽ നിന്നു മറയണം. ലക്ഷ്യമല്ലാതെ മറ്റൊക്കെയും ധർമ്മപുത്രൻ യുധിഷ്ഠിരൻ ഇടം കൈയിൽ ഒറ്റത്തേരും വലം കൈയിൽ മഹാവേലും ധർമ്മയുദ്ധ തന്ത്രമോതി നിന്നു ഗുരുദേവൻ. രണ്ടാം പാണ്ഡവൻ അതിബലശാലി ഭീമൻ ഭീമൻ വൻകല ചുഴറ്റി ഭുജങ്ങൾ ഉയർത്തി താടിച്ചു താടിച്ചു. പുത്രപരാക്രമ ഭഗയിൽ നിന്നു വായു വായു. മധ്യമ പാണ്ഡവൻ ഉത്തമ വീരൻ പാർത്ഥൻ ചാരേ നിൽക്കും പലാശവൃക്ഷൻ കുമ്പിൽ ശലവർഷം. ഗുരുവിൻ ശിരസിൽ പൊൻപൂങ്കുലകൾ ഉതിർന്നു വീഴുന്നു. മാതൃ സുതർന്ന കുലസഹദേവർ തക്കതക്കിട തോന്നും ചുളയാർന്നു ചേരും അശ്വങ്ങളെ നിരുത്തി നേരേറി ആശ്രമമുറ്റം ചുറ്റി.
അത്ഭുത വിദ്യനി ദ്രോണപാദം കുമ്പിട്ടവൻ ചെറുചിരിയോടെ ചൂണ്ടി കാണിച്ചു ചെളിമണ്ണിൽ തീർത്ത ആചാരശില്പം. അങ്ങയെ ഗുരുവായി മനസ്സാവരിച്ച് പഠിച്ചു ധനുർവിദ്യ ഗുരുകൃപയാൽ ലഭിച്ചു അത്ഭുതമീ കരവേഗം. കറുത്തു മുഖം ഗുരുവിനെ നോക്കി പാർത്ഥൻ കറുത്തു മുഖം ഗുരുവിനെ നോക്കി പാർത്ഥൻ. അർജുന, നിന്നേക്കാൾ പ്രിയപ്പെട്ടതായി എനിക്ക് മറ്റാരുമില്ല. എന്റെ സിദ്ധികൾ അത്രയും നിനക്ക് ഞാൻ പകർന്നു തരും. ധനുർവിദ്യയിൽ നിന്നെ ജയിക്കാൻ ഭൂമിയിൽ മറ്റൊരു യോദ്ധാവ് ഉണ്ടാവുകയില്ല. നീ എനിക്ക് അശ്വത്ഥമാവിനേക്കാൾ പ്രിയപ്പെട്ടതാണ്. നിന്നേക്കാൾ മികച്ചൊരു ശിഷ്യൻ ദ്രോണർക്കിനി ഉണ്ടാവുകയില്ല. ഇത് വാക്ക്. കുമാര, നിനക്കു ഞാൻ ഗുരുവെങ്കിൽ ഇപ്പോൾ തരണം ദക്ഷിണ, ഗുരുദക്ഷിണ. മണ്ണോളം താടുനമിച്ചു കാട്ടാളകുമാരൻ കാത്തു നിൽക്കുകയാണ് ദക്ഷിണയായി വേണ്ടത്. ഉയർന്നു സ്വരം പറ